നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ജനറൽ റീഡിങ് ലവ് റീഡിങ്, റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നുണ്ട്. ഞാൻ ടാരോ എടുക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് റൊമാൻസ് ഏഞ്ചൽസ് നമുക്ക് മെസ്സേജസ് നോക്കാം, ഇതിൽ നിന്നും നോക്കാം. ഓക്കെ, ആക്ച്വലി ഓക്കെ ഫൈൻ, ആദ്യം ഇതിൽ നിന്ന് എടുത്തേക്കാം, എന്നിട്ട് നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇതിൽ കുറച്ച് നമുക്ക് സിറ്റുവേഷൻ കൂടി കിട്ടും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് ഞാൻ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണോ എന്ന് നമുക്ക് നോക്കാം. ലക്ക്, ഓക്കെ, വിഷ്, ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ. ഞാനിത് 2-3 ദിവസം മുമ്പ് ഞാനിതിവിടെ കണ്ടു. ഡ്രാഗൺ ഫ്ലൈ നമ്മുടെ എന്താ പറയുക, പുൽച്ചാടി അല്ല, പുൽച്ചാടിയോ എന്താ പറയുക അതിന്, ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, മൗണ്ടൻ, ഓക്കെ, ഗോൾസ്, ലിൽ അല്ല, ഓ കോഫിൻ. ഓക്കെ ഓക്കെ, സോറി, കാർഡ്സ് സ്റ്റക്കാണ്. ഷോ ഓക്കെ, വരാനുള്ളത് നല്ല കാർഡായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ ബുദ്ധിമുട്ടിച്ചത്. ഓക്കെ, എന്തായാലും ലക്ക് കാണുന്നുണ്ട്, വിഷ് കാണുന്നുണ്ട്, ഡ്രാഗൺ ഫ്ലൈ, മൗണ്ടൻ, ഗോൾസ്, കോഫിൻസ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത് പേഴ്സൺ ആത്മാർത്ഥമായ സ്നേഹമാണോ എന്നാണ്. അതിനെനിക്കിവിടെ ആക്ച്വലി ഒരു പോസിറ്റിവിറ്റി ആണ് കിട്ടുന്നത്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിന് ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണ്. കാരണം നമുക്കിവിടെ കൂടുതൽ പോസിറ്റീവ് കാർഡ്സ് ഉണ്ട്, പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. നെഗറ്റീവ് കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം. എൻഡിങ് ഇവിടെ കാണുന്നുണ്ട്. കോഫിൻ ആണ്. കോഫിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാലോ, നാച്ചുറൽ എൻഡിങ്സ് അബൗണ്ട്, ടേക്ക് കെയർ വിത്ത് യുവർ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു എൻഡിങ്ങിൽ കൂടി കടന്നു പോകുന്നുണ്ടാവാം, നിങ്ങളുടെ ഇടയിൽ ഒരു ബ്രേക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടാവാം എന്ന് നിങ്ങളോട് പറയുന്നത്. പ്ലീസ് ബി കെയർഫുൾ എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട. ഓക്കെ, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് മീൻസ് സെപ്പറേഷൻ ആയിരിക്കാം, ചിലപ്പോൾ എൻഡിങ് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം. നിങ്ങൾക്കത് എൻഡിങ് പോലെ തോന്നുന്നുണ്ടാവാം. ഓക്കെ, ഒരു എൻഡിങ് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പെട്ടെന്ന് എനിക്കൊരു ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു, നമ്മൾ പറയില്ലേ, മേ ബി കുറച്ച് പേരുടെ ഇപ്പോൾ വേണ്ട, നോ, ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ താല്പര്യമില്ല. ഓക്കെ, ഇവിടെ മേ ബി ഒരു, ഞാൻ പറഞ്ഞ പോലെ ഒരു സെപ്പറേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ഒരു അകൽച്ച ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നുണ്ട്, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഓക്കെ, നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഒരുപാട് വിഷമിക്കേണ്ട എന്നാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, ബട്ട് ഇവിടെ ലക്ക് ഉണ്ട്. നിങ്ങൾ തമ്മിൽ യു ആർ റൈറ്റ് ടു ബി സ്ട്രോങ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ഹോപ്പ് ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. എവിടെയോ ഒരു ഒരു എൻഡിങ് നടക്കുന്നുണ്ടാവും. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, എൻഡിങ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി പേഴ്സൺ വിട്ടുപോയി, മാറിപ്പോയി, അകന്നുപോയി, ബ്ലോക്ക് ചെയ്തു, എന്ത് തന്നെയായാലും. ഓക്കെ, ഇവിടെ എന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോപ്പ് ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ആ ഹോപ്പ്, പ്രതീക്ഷ ഒരിക്കലും തെറ്റല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട്. സോ യെസ്, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കരുതുന്ന പോലെ അതിലൊരു ഹോപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ വിഷ് എന്നാണ്, യുവർ ഹാർട്ട്സ് ഡിസയർ ഈസ് റെഡി ടു കം ട്രൂ. യെസ്, അപ്പം നിങ്ങൾക്ക് ഈ തോന്നൽ, നിങ്ങൾക്ക് തോന്നുന്നില്ല പേഴ്സൺ എന്നെ വിട്ടുപോയാലും തിരിച്ചു വരുമായിരിക്കും എന്ന് പറയാൻ നമുക്കൊരു മനസ്സിലൊരു ഹോപ്പ് തോന്നില്ലേ, അത് തെറ്റല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ യെസ്, പേഴ്സൺ തിരിച്ചു വരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഡ്രാഗൺ ഫ്ലൈ ഉണ്ട് ഇവിടെ. ഹാവ് കോൺഫിഡൻസ് ഡ്യൂറിങ് ദിസ് ടൈം ഓഫ് ഗ്രേറ്റ് ജോയ്, റിന്യൂവൽ ആൻഡ് കണക്ഷൻ ടു ദ സ്പിരിറ്റ് എന്നാണ് വിട്ട്. ഓക്കെ, നമുക്കതിനെ നമ്മളിവിടെ റിലേഷൻഷിപ്പ് ആയിട്ട് എടുക്കാം. ഇവിടെ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനെ
പുൽച്ചാടി അല്ലല്ലോ ഇത്, പുൽച്ചാടി അല്ല, സോറി. തുമ്പി, അയ്യോ സോറി ഞാൻ പേര് മറന്നുപോയി. തുമ്പിയല്ലേ. തുമ്പിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ തുമ്പി എങ്ങാനും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൈനാണ്, യൂണിവേഴ്സ് തരുന്ന സൈനാണ് ദറ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ആക്ച്വലി നിങ്ങൾ ഒരു സന്തോഷമായിട്ടിരിക്കുക, ആക്ച്വലി നിങ്ങളുടെ കണക്ഷൻ തിരിച്ചു വരും എന്ന രീതിക്ക് നിങ്ങളോട് പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് പറയുന്നത്, സന്തോഷമായിട്ടിരിക്കാനാണ് പറയുന്നത്, കോൺഫിഡൻസ് വെക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആക്ച്വലി ഒരു പോസിറ്റീവ് സൈൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. മേ ബി നമ്മൾ തുമ്പിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു ഞാൻ ആക്ച്വലി തുമ്പിയാണ് കണ്ടത്, പുൽച്ചാടിയല്ല, ഇത് തന്നെയാണ്. ഓക്കെ, മൗണ്ടൻ, know that you're protected as you face challenges but remain cautious. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് യെസ്, തടസ്സങ്ങളുണ്ട്, എൻഡിങ് വന്നിട്ടുണ്ടാവും, ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും, വഴക്കിട്ടിട്ടുണ്ടാവും, നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ ഇടയിൽ പല തടസ്സങ്ങളും ഉണ്ടാവാം. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് തടസ്സങ്ങളൊക്കെ വരും. ഓക്കെ, ഫേസ് ചാലഞ്ചസ് എന്നാ പറയുന്നത്. ഓക്കെ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് എന്താണ് നിങ്ങളോട് പറയുന്നത്, സൂക്ഷിക്കൂ എന്നുകൂടെ ഒരു വാർണിംഗ് ഉണ്ട്. അത് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് കെയർ ചെയ്യൂ. ഓക്കെ, പ്രശ്നങ്ങളോ, കാരണം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പുറമേ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ബാധിക്കാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഗോൾസ്, പ്രോഗ്രസ് ഈസ് പോസിറ്റീവ് ആൻഡ് പേഴ്സണൽ ഗോൾസ് വിൽ ബി അച്ചീവ്ഡ്. നിങ്ങൾ എന്താണോ, അഗെയിൻ ഒരേ കാര്യം പറയുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഫൈനാൻസിൻ്റെ കാര്യമാണ്, ബട്ട് ഫൈനാൻസിനേക്കാൾ നമുക്കിവിടെ ആക്ച്വലി നിങ്ങളുടെ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് അപ്പോൾ സംസാരിക്കുന്നത്. സോ യെസ്, റിലേഷൻഷിപ്പിനെ എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും. ഓക്കെ, നിങ്ങളുടെ എന്താണോ നിങ്ങളൊരു ഗോളും നിങ്ങളുടെ മനസ്സിലുള്ളത്, ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ലാസ്റ്റ് നമുക്ക് സൺ ഉണ്ട്, ഓപ്പൺ യുവർ ഹാർട്ട് ടു ദ എനോമസ് ഗ്രോത്ത് അഹെഡ്. നിങ്ങൾ മനസ്സ് ഓപ്പണാക്കി വെക്കൂ, സിറ്റുവേഷൻ ബെറ്റർ ആവും, നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആവും, നിങ്ങൾക്കൊരു സന്തോഷം വരും എന്നാ പറയുന്നത്. സൺ പറയുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് ആണ് എടുക്കാറ്. ഓക്കെ, യെല്ലോ കളർ ഹാപ്പിനെസ് എന്ന രീതിക്ക് പറയും. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് യെസ്, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ട് എന്ന രീതിക്കാണ്. സോ യെസ്, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് ഇവിടെ ഒരു യെസ് ആൻസർ നമുക്ക് കൂടുതലാണ്. എൻഡിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ എൻഡിങ് യൂണിവേഴ്സ് പറയുന്നുണ്ട് ദാറ്റ് ഇതൊരു ഇപ്പോൾ ഒരു ചാലഞ്ചിങ് ഫേസ് ആണ്. ഓക്കെ, ഒരു പ്രശ്നങ്ങളുടെ ഒരു സമയമാണ്, ബട്ട് അത് കടന്നു പോവും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുകൂടിയാണ് പറയുന്നത്. അത് സിറ്റുവേഷൻ്റെ കാര്യമാണ്. ബട്ട് പേഴ്സൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നടക്കും. അപ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് യെസ്, അവർക്ക് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണല്ലോ യൂണിവേഴ്സ് നമുക്ക് പോസിറ്റീവ് സൈൻ തരുന്നത്. ഓക്കെ, കുറച്ച് ഇതിൽ എടുക്കാം. റൊമാൻസ് ഏഞ്ചൽസ് ഇവിടെ എടുത്തേക്കാം. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, അതിവിടെ ഉണ്ടായിരുന്നു അല്ലേ, ഒരു കോഷൻ പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. റീകൺസിലേഷൻ എന്താ വേണ്ട, ചിൽഡ്രൻ കാണുന്നുണ്ട്. ഓക്കെ, കോ ഡിപ്പെൻഡൻസി. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഫാളിങ് ഇൻ യുവർ സോൾമേറ്റ്. വാവ്, യു ഡിസേർവ് ലവ്. ഓക്കെ, വൺ മോർ പ്ലീസ്. അട്രാക്ഷൻ. ഓക്കെ, കെമിസ്ട്രി. ഓക്കെ, ഇവിടെ ഈ കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് ശ്രദ്ധ വെക്കൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെയും പേ അറ്റൻഷൻ എന്ന് പറയുന്നുണ്ട് ടു ദ റെഡ് ഫ്ലാഗ്സ്. അതായത് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അതിൽ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുകൂടിയാണ്. ഇപ്പോൾ ചില പേഴ്സൻ്റെ ബിഹേവിയർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വല്ല ചിന്താഗതികളുടെ കാര്യമായിരിക്കാം, നിങ്ങളുടെ ചിന്തകളുടെ കാര്യമായിരിക്കാം, അവരുടെ ചിന്തകളുടെ കാര്യമായിരിക്കാം, ഒരു നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ ഇടയിൽ വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ചിലപ്പോൾ നിങ്ങൾക്കൊരു സൈൻ യൂണിവേഴ്സ് തരുന്നുണ്ട്. സൈൻസ് ആർ കോഷനിങ് യു എന്ന് പറയുന്നുണ്ട്. ഇവിടെയും ഒരു കോഷൻ ഉണ്ടായിരുന്നു. സോ നിങ്ങളോട് പറയുന്നുണ്ട് ഒന്ന് സൂക്ഷിക്കൂ എന്നൊരു വാർണിംഗ് കൂടിയുണ്ട്. അത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല, പക്ഷെ തടസ്സങ്ങളെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പേഴ്സൻ്റെ തന്നെ ചില സമയത്ത് ചില റിലേഷൻഷിപ്സിൽ, എല്ലാവർക്കും അല്ല ഇത്, ചില റിലേഷൻഷിപ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചില സ്വഭാവം ഓക്കെ, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ മുന്നോട്ട് പോകുമ്പോൾ? ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാപ്പ് കൊടുത്ത് ചിലപ്പോൾ വിട്ടുകളയും. ഓക്കെ, ചില സമയത്ത് പക്ഷെ അത് നമ്മൾ ലൈഫ് ലോങ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കൂ എന്നുള്ളൊരു ചെറിയൊരു സൂചന ആയിരിക്കാം. കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സൺ ചിലപ്പോൾ വളരെ കടുംപിടുത്തക്കാരനായിരിക്കാം, ഒരുപാട് ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കാം. സോ അങ്ങനെയൊക്കെയുള്ള ചില ബിഹേവിയേഴ്സ് നിങ്ങൾ സമ്മതിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ മേ ബി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ റീകൺസിലേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും റീകണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും, റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളോട് കോ ഡിപ്പെൻഡൻസി
മാറ്റാൻ പറയുന്നുണ്ട്. ഓക്കെ, അതായത് അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. ഇവിടെ നിങ്ങൾ വളരെയധികം കോഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ അല്ലേ, ഇതെനിക്ക് നിങ്ങളെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആ പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഡൗൺ ആയി പോകുന്നുണ്ടാവും. ഓക്കെ, അവർ മെസ്സേജ് ചെയ്തില്ല, സംസാരിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വല്ലാതെ ഒരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്ത് നിങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അറ്റാച്ച്ഡ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും നിങ്ങൾ വല്ലാതെ വേദനിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ കോഡിപ്പെൻഡൻസി എന്ന് പറയാം. അങ്ങനത്തെ ഇതിൽ നിന്നും നിങ്ങൾ പുറത്ത് വരണം. ഓക്കെ, നിങ്ങളത് മാറ്റിയെടുത്തേ പറ്റൂ. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഓക്കെ, നിങ്ങൾ കോഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും, അവരെ സെർച്ച് ഇതാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് അത് ബാധിക്കാൻ തുടങ്ങും. ഓക്കെ, സോ പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, കോഡിപ്പെൻഡൻസിയിൽ ഇരിക്കാതിരിക്കുക. ഓക്കെ, ആ പേഴ്സൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് ആ ഒരു അതൊക്കെ പല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ. ബിക്കോസ് നിങ്ങളത് പേഴ്സൺ വിട്ടുപോവോ, എന്നെ വിട്ടുപോവോ, അല്ലെങ്കിൽ അവർക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ എന്നെക്കാൾ ബെറ്റർ ആരെങ്കിലും ഉണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ സ്വയം ഒരുപാട് ആ ഒരു ഇതിലേക്ക് പോവുകയാണ്. നിങ്ങളപ്പോൾ അവരെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരില്ലാതെ എനിക്കൊരു സന്തോഷം ഇല്ല എന്ന് ഫീൽ ചെയ്യുക. അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്യുന്നില്ല, അവനവനെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഡിപ്പെൻഡൻസിയിലേക്ക് പോകുന്നത്. ഓക്കെ, ചില സമയത്ത് നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ, ഒരാളുടെ പിന്നാലെ നമ്മൾ ഒരുപാട് അങ്ങനെ ഇതാക്കാൻ പാടില്ല, ഒരു ലിമിറ്റ് വരെ. ഓക്കെ, അതിനപ്പുറം ചെയ്യരുത്. ഓക്കെ, എനിവേ ചിൽഡ്രൻ എന്ന് കണ്ട് ഇവിടെ ഞാൻ പറയാൻ വരുന്നില്ല. ലവ് ലൈഫ് ഈസ് ബീങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ലൈക്ക് നിങ്ങൾ ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടാണ് റീഡിങ് കാണുന്നതെങ്കിൽ മേ ബി ഇവിടെ നിങ്ങളുടെ ഇടയിൽ കുട്ടികൾ ഉണ്ടാവാം. സോ അതും ഒരു റീസൺ ആയിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ കാര്യം കൂടി ആയിരിക്കാം. അതും തടസ്സമുണ്ട് ഇവിടെ. കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് എന്ന് പറയുന്നുണ്ട്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിച്ച് ലൈക്ക് അത് ഒന്നാമത് കോഡിപ്പെൻഡൻസിയിൽ നിന്ന് ആദ്യം പുറത്തു വരിക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വാല്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളെ മെസ്സേജ് ചെയ്തിട്ട് ഇത് റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിക്കും. 2 3 തവണ പോട്ടെ, 10 തവണ നിങ്ങൾ ട്രൈ ചെയ്തോളൂ. അത് കഴിഞ്ഞ് പ്ലീസ് വിട്ടേക്കാം. ഓക്കെ, അപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വാല്യൂ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇനിയും ഒരാളങ്ങനെ അവർ വരില്ല എന്നല്ല പറയുന്നത്, സ്നേഹം ഇല്ലാഞ്ഞിട്ട് എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ ചില സമയത്ത് അവരങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവനവനെ താഴ്ത്തി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ആ ഡിപ്പെൻഡൻസിയിൽ നിന്നൊന്ന് നിങ്ങൾ പുറത്ത് വരിക. ആ പേഴ്സൺ ഇല്ലാതെ എനിക്ക് സന്തോഷിക്കാനേ പറ്റില്ല എന്ന രീതിക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞാലും പക്ഷേ അതൊരു ഒരു തരം നമ്മളൊരു എന്താ പറയുക, അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, അതൊക്കെ അത്ര കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ, നല്ലതാണോ? അല്ല. ഓക്കെ, സോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾ അവനവനെ കുറിച്ച് കെയർ ചെയ്യുക, അവനവനെ സ്നേഹിക്കാം. അവിടെ യു ഡിസേർവ് ലവ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളെപ്പോഴും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ആ പേഴ്സണിനെ നിങ്ങൾ ഒരു എവിടെയോ മേലെ കയറ്റിയിരുത്തും. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ അർഹിക്കുന്നുണ്ട് സ്നേഹം എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ, അപ്പം നിങ്ങൾ അർഹിക്കുന്നുണ്ട്, അതാദ്യം നിങ്ങളോട് തന്നെ പറയാം. ഐ ഡിസേർവ് ലവ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് പഠിക്കുക. ഓക്കെ, ഐ ആം എ ഗുഡ് പേഴ്സൺ, ഞാനൊരു നല്ലൊരു വ്യക്തിയാണ്, ഞാൻ അർഹിക്കുന്നുണ്ട് സ്നേഹം, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം വളരെ പ്യുവറാണ്, അതുപോലൊരു സ്നേഹം ഞാനും അർഹിക്കുന്നുണ്ട് എന്ന് അവനവനോട് പറയൂ പ്ലീസ്. ഓക്കെ, അഗൈൻ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റിവിറ്റി കൊണ്ടുവരാം. ഒന്നാമത്തെ കാര്യം ചേസ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് ഡെഫിനറ്റ്ലി. ഓക്കെ, ആൻഡ് അട്രാക്ഷൻ പറയുന്നുണ്ട്, യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെന്റ് ഫുള്ളി. ഓക്കെ, യെസ്, ഇപ്പം നിങ്ങളുടെ ലൈഫ്, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഇപ്പം എന്താണോ അത് നിങ്ങൾ എൻജോയ് ചെയ്യൂ. സോ ഇവിടെ 2-3 കാർഡ്സ് നിങ്ങൾക്കുള്ള വാർണിംഗ് ആണ് ഇവിടെ. ഈ റെഡ് ഫ്ലാഗ് ഒക്കെ പോട്ടെ, പേഴ്സണിനെ കുറിച്ചുള്ള റെഡ് ഫ്ലാഗ് ഒക്കെ വിട്ട് കളയും. നിങ്ങൾ ആദ്യം നിങ്ങളെ കറക്റ്റ് ആക്കൂ. ഓക്കെ, നമ്മളൊരാളോട് ഇഷ്ടം തോന്നുമ്പോൾ, സ്നേഹം തോന്നുമ്പോൾ, അവിടെ ഞാൻ ഐ തിങ്ക് ഇത് മുൻപൊരു ദിവസം ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് എന്തെങ്കിലും തിരിച്ച് കിട്ടിയിട്ട് വേണം എന്ന രീതിക്ക് ചിന്തിക്കാതിരിക്കാം. ഓക്കെ, ആ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം, അങ്ങനെയൊന്നും പറയാതിരിക്കാം. ഓക്കെ, സെൽഫ് ലവിലേക്ക് വരാം നിങ്ങൾ, അത്രേ ഉള്ളൂ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, കോഡിപ്പെൻഡൻസിയിൽ നിന്ന് പുറത്ത് വരിക, സെൽഫ് ലവ് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നിങ്ങൾ ഇപ്പം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ എന്നാണ് പറയുന്നത്. ആ പേഴ്സൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ കാണുന്ന പോലുമില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു പേഴ്സൺ വന്നാൽ മാത്രമേ സന്തോഷമാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ പേഴ്സൺ തിരിച്ച് വരൂല്ല, നിങ്ങളെ വാല്യൂ ചെയ്യൂല. വന്നാൽ തന്നെ നിങ്ങളെ തിരിച്ച് വന്നാൽ തന്നെ നിങ്ങളെ വാല്യൂ ചെയ്യില്ല. ഓക്കെ, സോ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇതിലേക്ക് വരൂ, ആദ്യം സെൽഫ് ലവിലേക്ക് വരും.
ഓക്കെ, ഓട്ടോമാറ്റിക്കലി അവർ വരും. ഞാൻ പറയുന്നത് അവർ വരില്ല എന്ന രീതിക്കല്ല. അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വാല്യൂ ചെയ്യണമെങ്കിൽ, ഒരു ബന്ധം നല്ല രീതിക്ക് പോകണമെങ്കിൽ അവർ നിങ്ങളെ വാല്യൂ ചെയ്യണം. ആൻഡ് ആ വാല്യൂ വരണമെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ, നിങ്ങളുടെ വില നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, എന്നാലേ അവർ മനസ്സിലാക്കുള്ളൂ. അങ്ങനെയാണ്. ഓക്കെ, താണു കൊടുക്കാം, ഇതാക്കി എല്ലാം ചെയ്തു കൊടുക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഒരാൾ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുമ്പോൾ, എത്ര സ്നേഹം ആയിക്കോട്ടെ, എന്ത് നിങ്ങളുടെ സോൾമേറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഓക്കെ, ഒരു പരിധിക്കപ്പുറം അത് നിങ്ങളെ പിന്നെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങളെ തന്നെ, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റുകൂടിയല്ലേ, യൂണിവേഴ്സിനോട് ചെയ്യുന്ന ഒരു തെറ്റുകൂടിയല്ലേ, ആലോചിച്ച് നോക്കൂ. എനിവേ, ഇനി ഒരു ദിവസം ഞാനിതിൻ്റെ സെപ്പറേറ്റ് ലെക്ചേഴ്സ് ആയിട്ട് ഓക്കെ. സോ എല്ലാവർക്കും എനിവേ ഇവിടെ പോസിറ്റീവാണ് നമുക്ക് വന്നൊക്കെ റീഡിങ് കേട്ടോ. ഓക്കെ, ഞാൻ അത് പറഞ്ഞില്ല എന്ന് വേണ്ട, റീഡിങ് പോസിറ്റീവാണ്. പക്ഷേ നിങ്ങൾക്കുള്ള വാർണിങ്സ് ഉണ്ട്, നിങ്ങൾക്കുള്ള ലെസൺസ് ഉണ്ട്. അത് നിങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ ഒരു നല്ലൊരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ കുറച്ച് ലേറ്റാണ് റെക്കോർഡ് ചെയ്യാൻ, വേഗം അപ്ലോഡ് ചെയ്യട്ടെ, സമയമായി ഓൾറെഡി. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.